ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് ഇഡി മരവിപ്പിച്ചു. ഹൈറിച്ച് ഉടമകളായ കെ.ഡി. പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെയും പേരിലുള്ള 212 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. ക്രിപ്റ്റോ കറൻസി വഴി പ്രതികൾ 850 കോടി രൂപ തട്ടിയെടുത്തെന്നും ഇഡി കണ്ടെത്തി. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇഡി. ഹൈറിച്ച് ഉടമകളായ കെ.ഡി. പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെയും പേരിലുള്ള 212 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. നേരത്തെ ക്രിപ്റ്റോ കറൻസി വഴി പ്രതികൾ 850 കോടി രൂപ തട്ടിയെടുത്തെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, 212 കോടിയുടെ സ്വത്താണ് ഇപ്പോൾ ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. നടപടി എങ്ങനെയായിരുന്നു? ഹൈറിച്ച് ഉടമകളായ കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയും ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കല്ലൂരിലെ പ്രത്യേക കോടതിയെ സമീപിച്ചിരുന്നതാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 30-ലേക്ക് പരിഗണിക്കാനായി കോടതി മാറ്റിയ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ കെ.ഡി. പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെ പേരിലുള്ള 212 കോടിയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ക്രിപ്റ്റോ കറൻസി വഴി ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴി പ്രതികൾ 500 കോടിയിലധികം രൂപ സമാഹരിച്ചു എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഈ തുടക്കത്തിൽ കേസ് അന്വേഷിച്ചിരുന്നത് പോലീസാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 1630 കോടിയുടെ തട്ടിപ്പ് നടന്നെന്നുള്ളതായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ ഇഡി അന്വേഷണം തുടരുമ്പോൾ ഇഡി പറയുന്നത് അതിലും വലിയ വ്യാപ്തിയുള്ള തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്നാണ്. നേരത്തെ ഇഡിക്ക് ലഭിച്ചിരുന്ന പരാതി എന്ന് പറയുന്നത് 3000 പേരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 150 കോടി രൂപയിൽ 100 കോടി രൂപ ഹവാല ഇടപാടുകൾ വഴി ഉടമകൾ വിദേശത്തേക്ക് കടത്തിയെന്നുള്ളതായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ കെ.ഡി. പ്രതാപന്റെ ഓഫീസിലടക്കം ഇഡി റെയ്ഡ് നടത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ കേരളത്തിന് പുറത്തും വലിയ രീതിയിൽ തന്നെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിറ്റ്കോയിൻ ഇടപാടുകൾ വഴി നടത്തിയ തട്ടിപ്പും 15 സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള 69 അക്കൗണ്ടുകളുടെ വിവരങ്ങളും ഇഡി പരിശോധിച്ചു വരികയാണ്. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഉടമകളുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. ശരി ശരൺ.